തുടർച്ചയായ 14ാമത്തെ ട്രേഡിംഗ് സെഷനിലും ലോവർ സർക്യൂട്ടിൽ തുടരുന്ന ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ഷെയർ ഹോൾഡിംഗ് പരിശോധിച്ചാൽ കമ്പനിയിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കും. Q4 മാത്രം 13,000-ഓളം റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സാണ് ജെൻസോൾ എഞ്ചിനീയറിംഗിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഇതുവഴി റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം 1,04,458 ഉയരുകയും ചെയ്തു. അതായത് ഇതുവരെ 1,04,458 റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത്. കോർപ്പറേറ്റ് ഭരണത്തിൻ്റെ വീഴ്ചകളും കമ്പനിയുടെ പ്രൊമോട്ടർമാർ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഷീറ്റിനെ ദുരുപയോഗം ചെയ്തതുമൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫെബ്രുവരി മാസം മുതൽ തന്നെ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. എന്നിട്ടും ഈ കമ്പനിയിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പൊസിഷൻ എടുക്കുന്നതാണ് വളരെ ആകർഷകമായ ഒരു അപ്ഡേറ്റ്. 2 ലക്ഷത്തിൽ താഴെ മാത്രം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ താഴെ രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനിയിൽ നടത്തുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ Q4 പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 60% നിന്ന് 30% കുറഞ്ഞ സമയത്താണ് ഈ കമ്പനിയിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നിരിക്കുന്നത്. 23.44% നിന്നും 30.68% റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നിരിക്കുന്നത്. തുടർച്ചയായ ലോവർ സർക്യൂട്ടുകളിൽ മാത്രം പ്രവർത്തിക്കുകയും എക്സ്ചേഞ്ച് ഓർഡറുകളിൽ മാത്രം വിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് ജെൻസോൾ എഞ്ചിനീയറിംഗ്. ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ 95%-ഓളം വെൽത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായി മാറുകയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രൊമോട്ടറായ അൻമോൾ സിംഗ് ജഗ്ഗിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ 12%-വും പുനീത് സിംഗ് ജഗ്ഗിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ 10%-ഓളവും കുറവ് വന്നിട്ടുണ്ട്. ടോട്ടൽ പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 60%-ൽ നിന്ന് 35%-ലേക്ക് ഇടിയുകയാണ് ചെയ്തത്. കൂടാതെ ഹൈ നെറ്റ് വർത്ത് ഇൻവെസ്റ്റേഴ്സും കൃത്യസമയത്ത് തന്നെ കമ്പനിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ഹൈ നെറ്റ് വർത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ, അതായത് ഈ കമ്പനിയിൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇവരുടെ എണ്ണം 111-ൽ നിന്നും 48 കുറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് ഫെബ്രുവരി മാസം മുതൽ തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 5%-ഓളം ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിൽ 81 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ അഹമ്മദാബാദിലും ലക്നൌവിലുമുള്ള ഓഫീസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയും ചില ഡേറ്റകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി സ്റ്റോക്ക് കൂടുതൽ ഇടിയാനുള്ള സാധ്യതകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആൾറെഡി ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്ത റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എക്സ്ചേഞ്ച് വഴി മാത്രമേ ഈ കമ്പനിയിലെ സ്റ്റേക്ക് സെൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തുടർച്ചയായ ലോവർ സർക്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ നിക്ഷേപകർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്.